ഹായ് ഗായ്സ്, അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് വെൽക്കം. അപ്പം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ഒരു ടോക്ക് എന്ന് പറയുന്ന BB ടോക്കാണ്. അപ്പം നമ്മൾ ഒരു BB ടോക്ക് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം തുടങ്ങി നിങ്ങളിപ്പോൾ എല്ലാവരും ഏകദേശം കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ലാലേട്ടൻ വന്ന, അതായത് നിങ്ങളിത് കാണുമ്പോൾ നാളെയാവും, ഞാൻ ഇന്ന് വീഡിയോ എടുത്തത് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഞാനിങ്ങനെ കണ്ടപ്പം, അതായത് യൂട്യൂബിൽ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു സംഭവം കണ്ടു. അപ്പം അതിനെക്കുറിച്ച് എനിക്ക് ഇപ്പം തന്നെ പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം വീഡിയോ എടുക്കുന്നത്. പക്ഷേ ഈ വീഡിയോ നാളെ പകലായിരിക്കും നിങ്ങളുടെ അടുത്ത് എത്തുക കേട്ടോ. അപ്പം ഇന്ന് ലാലേട്ടൻ വന്ന എപ്പിസോഡൊക്കെ കണ്ട് ലൈവൊക്കെ കുറച്ച് നേരം കണ്ടിരിക്കുകയാണ് ഇന്ന് ഞാൻ. അപ്പം അതിനകത്ത് നമ്മുടെ നിമിഷ എന്ന് പറയുന്ന ആള് എവിക്റ്റ് ആയിട്ട് പോയിട്ടുണ്ട്. അതേപോലെ തന്നെ അതിനകത്ത് കുറെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ അത് വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഇപ്പുറത്തുനിന്ന് കിടന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, അപ്പോൾ ഞാൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അത് യൂട്യൂബ് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പം കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജാസ്മിൻ ജാഫറിന്റെ ഉപ്പാന്റെ കോളിന്റെ കാര്യം ഭയങ്കര ഒരു ചിന്താ വിഷയം അല്ലെങ്കിൽ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയ കമന്റ്സിലൂടെ ആയാലും അതുപോലെ തന്നെ യൂട്യൂബിലെ വീഡിയോസ് ഒക്കെ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ മാരക തമ്പനെയിൽസ് ഒക്കെ വെച്ചിട്ടാണ് ഓരോരുത്തരും ചെയ്യുന്നത്. അപ്പം എന്താ പറയാ, മാരക തമ്പനെയിൽസ് ഒക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതിന്റെ ഇടയിൽ ജാസ്മിൻ ജാഫറിന്റെ ഉപ്പ, അതായത് ജാഫർ ഖാന്റെ ഒരു ഇന്റർവ്യൂ കണ്ടു. അപ്പൊ അതിരുന്ന് കണ്ടതിന് ശേഷം ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാ അതിനെ പറ്റി ഒരു വീഡിയോ ഇടാന്ന്. അപ്പം വിവാ ഹിയർ എന്ന് പറയുന്ന, നിങ്ങൾ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും, ആളുടെ അക്കൗണ്ടിലാണ് ഈ ഒരു ഇന്റർവ്യൂ ചെന്നിട്ടുള്ളത്. അപ്പം ആ ഒരു ഇന്റർവ്യൂവിനകത്ത് മൂപ്പര് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ കുറെ ആൾക്കാർ ഇതിനെ, അതായത് ഈ ഒരു കാര്യത്തെ പറ്റി പറഞ്ഞുകൊണ്ട് വീഡിയോസ് വേറെയും വരുന്നുണ്ട്. സോ ആ ഒരു കട്ട്സ് ഒക്കെ ഞാൻ ഇവിടെ കൊടുക്കാം, അതൊന്ന് നിങ്ങൾ കാണാം. ഞാൻ ഇങ്ങനെ ഏഷ്യാനെറ്റിനോട് ചോദിച്ചു, ഏഷ്യാനെറ്റിൽ ഉള്ളവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് 2 മിനിറ്റ് സമയം തന്നു, നിങ്ങളുടെ മകളുമായിട്ട് സംസാരിക്കാം. അവരുടെ ആ റൂമിൽ വെച്ച് തന്നെ മോളെ എനിക്ക് ഇതേക്ക് ശാരീരികമായിട്ട് ഒരു അസ്വസ്ഥത വന്നിട്ടുണ്ട്, ഹോസ്പിറ്റലിൽ പോയി. അപ്പൊ വെള്ളിയാഴ്ച ആയിരുന്നു, വെള്ളിയാഴ്ച ആവട്ടെ, വെള്ളിയാഴ്ച പോകുമ്പോ അറിയാം, എന്തായാലും കുഴപ്പമൊന്നുമില്ല, മോള് നല്ലോണം ഗെയിം കളിക്കണം. ഞാൻ ഇങ്ങനെ തന്നെ പറഞ്ഞു, നല്ലോണം ഗെയിം കളിക്കുക എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ കേട്ടല്ലോ. അപ്പൊ ഇതാണ് അതിൻ്റെ ഉള്ളിൽ അവര് സംസാരിച്ചേ. അതായത് ഉപ്പാക്ക് നമ്മുടെ ജാസ്മിൻ അതിനകത്ത് പറയുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപ്പാന്റെ ഓപ്പറേഷൻ വെള്ളിയാഴ്ചയാണ്, അതായത് ഇന്നലെ ആയിരുന്നു നടക്കേണ്ടിയിരുന്നത് എന്നാണ് പറയുന്നത്. അതായത് ജാസ്മിൻ മാരകമായ എന്താ പറയാ കരച്ചില് കാര്യങ്ങളൊക്കെ നടത്തിയ അന്ന് പറയുന്ന കാര്യമാണ്. അത്താടെ ഓപ്പറേഷൻ എന്താണ് വെള്ളിയാഴ്ചയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇയാള് കോൾ ചെയ്തിട്ട് 2 മിനിറ്റ് സംസാരിച്ചപ്പം ആള് പറഞ്ഞിട്ടുള്ളത് വെള്ളിയാഴ്ച കാണിക്കാൻ പോകുമെന്നും അന്ന് ഡേറ്റ് തരാമെന്നുമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കത് അവിടെ വിടാം. പക്ഷേ എന്തുകൊണ്ടും അതായത് നമുക്കൊന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് ഉപ്പ വിളിച്ചിട്ട് ഈ കാര്യങ്ങളാണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ജാസ്മിൻ ഇത്ര വലിയ മാറ്റം? അതായത് ഗബ്രിയും ജാസ്മിനും കൂടെ ജബ്രിയായി ഉമ്മ വെക്കുന്നു, കൈപിടിക്കുന്നു, അങ്ങനെയാക്കുന്നു ഇങ്ങനെയാക്കുന്നു. ഗബ്രിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ജാസ്മിൻ ഇടപെടുന്നു, ജാസ്മിൻ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഗബ്രി ഇടപെടുന്നു. ഇങ്ങനെയുള്ള ഇവര് പെട്ടെന്ന് ബ്ലൂ പൊട്ടിപ്പോയി. ഈ ഒരാളുടെ കോള് വന്നതിന് ശേഷമാണ്, അതായത് ജാസ്മിന്റെ ഉപ്പ കോൾ ചെയ്തതിന് ശേഷമാണ്. പക്ഷെ ജാസ്മിന്റെ ഉപ്പ ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. ഇനി പറയാൻ പറ്റില്ല, അവർക്ക് ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിൽ വന്നിട്ട് ഞാൻ വിളിച്ച് ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. അങ്ങനെ എന്തായാലും ജാസ്മിന്റെ ഉപ്പാക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണോന്നും അറിയില്ല, നമുക്കൊന്നും അറിയില്ല. നമുക്കിപ്പോൾ കാണുന്ന കാര്യങ്ങൾ വിശ്വസിക്കുക എന്നല്ലാതെ മറ്റൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അത് വിശ്വസിക്കാം എന്നേ ഉള്ളൂ. പക്ഷെ എന്തായാലും ജാസ്മിൻ ലൈവിനകത്ത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ജാസ്മിൻ ഭയങ്കരമായിട്ട്, അതായത് ഇന്നലെ വെള്ളിയാഴ്ച ജാസ്മിൻ ഭയങ്കരമായിട്ട് മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ റോക്കി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഇന്നല്ലേ ജാസ്മിന്റെ ഉപ്പ ഇങ്ങനെ ഓപ്പറേഷന് പോകുന്നു, എന്നിട്ട് ഇവളിവിടെ മേക്കപ്പ് ചെയ്തിരിക്കുകയാണോന്ന്.
ആ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മളായാലും ചോദിക്കൂലേ, ഓ അവളുടെ ഉപ്പ അങ്ങനെ എന്നാക്കി നടക്കുന്നു, ഇവളിവിടെ മേക്കപ്പ് ചെയ്താണ്, നമ്മളും ചോദിക്കും. അത്രേ ഉള്ളൂ അവരും ചോദിച്ചത്. അപ്പം ആ ഒരു കാര്യം, അതായത് റോക്കിയെ എനിക്ക് പേഴ്സണലായിട്ട് ഇഷ്ടമല്ലാത്തതിന്റെ കാര്യവും ഇത് തന്നെയാണ്. പല കാര്യത്തിലും വേണ്ടാണ്ട് പോയി ഇടപെടും, കച്ചറുണ്ടാക്കും. അത് കാരണമാണ് ഇഷ്ടപ്പെടാത്തത്. പക്ഷേ ജാസ്മിന്റെ ഒരു കേസ് എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിലും എന്താ പറയാ, ജാസ്മിന്റെ പല കാര്യത്തിനും മിനിറ്റിന് മറുപടി കൊടുക്കുന്നുണ്ട് ഈ ഒരു എന്താ പറയാ റോക്കി എന്ന് പറയുന്ന ആള്. സോ അപ്പൊ ഇത്രയൊക്കെയാണ് ഈ ഒരു ഇന്റർവ്യൂ എന്നതുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ജാസ്മിന്റെ ഉപ്പാക്ക് ഇപ്പൊ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ എന്തിനാണ് ജാസ്മിൻ അത്ര ഓവർ റിയാക്ട് ചെയ്തത്? നിങ്ങൾ കണ്ടാൽ അറിയാൻ പറ്റും. എനിക്ക് സൈക്കോളജിസ്റ്റിന്റെ ഇത് വേണം, സഹായം വേണം, അതുപോലെ തന്നെ എനിക്ക് സംസാരിക്കണം, എനിക്ക് ഒറ്റയ്ക്കിരിക്കണം എന്നൊക്കെ ഭയങ്കര ഓവർ റിയാക്ഷനും എന്താ പറയാ, ആരോ മരിച്ച പോലെയുള്ള ഇരുത്തൊക്കെയാണ് ഇരുന്നത്. ഓഫ് കോഴ്സ് നമ്മുടെ ഉപ്പാക്ക് എന്തെങ്കിലും പറ്റിന്ന് വരുമ്പോ അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഉണ്ടാവില്ല എന്നല്ല പറയുന്നത്. പക്ഷെ ജാസ്മിൻ കുറച്ച് ഓവറായിട്ട് റിയാക്ട് ചെയ്തതുപോലെ തോന്നി, എനിക്ക് തോന്നി. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ കുറേ ആൾക്കാർ ജാസ്മിനെ വേണ്ടിയിട്ടും വേണ്ടാണ്ടും എന്താ പറയാ കാര്യങ്ങൾ, അവളുടെ ഹേറ്റേഴ്സ് വരുന്നുണ്ട്. അത്ര വലിയ സംഭവമായിട്ടൊന്നും എടുക്കണ്ട. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ കഴിഞ്ഞ ബിഗ് ബോസ് ടാക്കിൽ ബിബി ടാക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ എന്താ പറയാ ലൈഫ് സ്റ്റോറി. ഈ ഒരു ഇന്റർവ്യൂ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ഇതിനകത്ത് മൂപ്പര് പറയുന്ന ഏകദേശ പോയിന്റ്സുകളും അവിടെ ജാസ്മിനും പറഞ്ഞതാണ്. അതുകൊണ്ട് അത് ഫേക്ക് അല്ലാന്ന് ഈ ഒരു ഇന്റർവ്യൂ കൂടെ തെളിയും. എനിക്ക് പേഴ്സണലി ജാസ്മിനെ ഇഷ്ടമാണെന്ന് വെച്ചാൽ ഒരു ഗെയിമർ എന്ന രീതിയിൽ ബ്രില്യൻ പ്ലേ ആണ് അവൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ കുറച്ച് ഓവറായിട്ട് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്ന എന്തായിരുന്നു ആ കുട്ടി പെണ്ണിന്റെ പേര്, മറ്റേ ദൃശ്യത്തിൽ ഉണ്ടായിരുന്ന ആ കുട്ടി ഉണ്ടല്ലോ, അവള് അൻസിബ പറയുന്നുണ്ടായിരുന്നു എല്ലാം ഫ്രണ്ട്ഷിപ്പ് ആയാലും ലവേഴ്സ് ആയാലും എന്ത് വേണമെങ്കിലും ഇവർ ചെയ്തോട്ടെ, അത് നമ്മൾ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരു കൊടാനുകൂടി ജനങ്ങൾ കാണുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൽ, ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുമ്പോൾ അതിൻ്റെതായ എന്താ പറയുക റെസ്പെക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു മാന്യത, ആ ഒരു സാധനം കൊടുക്കണ്ടേ, അതിനെ പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അത് എനിക്കും അങ്ങനെ തന്നെയാണ്, എൻ്റെന്നല്ല പലരുടെയും അഭിപ്രായം അത് തന്നെയാണ്. അങ്ങനെ ഒരു നമ്മൾ ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഉള്ളത്. ഇനി വരും വീഡിയോകളിൽ കൂടുതൽ കാര്യങ്ങൾ പറയാം. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ റോക്കി പോയിട്ട് ഇടിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു. അതായത് എന്താണ് ജാസ്മിനും അതേപോലെ തന്നെ ഗബ്രിയും പ്രവോക്ക് ചെയ്തിട്ട് ആള് പ്രവോക്ഡ് ആയിട്ട് പോയിട്ട് ഇടിച്ച് എല്ലാം പ്രോപ്പർട്ടി തകർത്ത ഒരു സംഭവം. അതിന്റെ ഫലമായിട്ട് ആൾക്ക് എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിത് കിട്ടി. അതായത് അടുത്ത നോമിനേഷൻ, ഇപ്പം ഇന്നും നാളെയും നോമിനേഷൻ എവിക്ഷൻ നടക്കുന്നതായിരിക്കും. അപ്പൊ നാളത്തെ എവിക്ഷനിൽ റോക്കി പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതായത് പുറത്ത് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത എവിക്ഷനിൽ നേരിട്ട് ബിഗ് ബോസ് തന്നെ എന്താക്കിയിട്ടുണ്ട്, റോക്കിനെ നോമിനേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഒരു നടന്നതിൽ എനിക്ക് കൂടുതലായിട്ടും തോന്നിയിട്ടുള്ള, അല്ലെങ്കിൽ എൻ്റെ ഒരു കാര്യങ്ങളും കൂടെ നിങ്ങളെ അറിയിച്ചെന്നേ ഉള്ളൂ. അപ്പം ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു ബിബി ടാക്കായിട്ട് കാണാം. ഓക്കെ, ബൈ.